ഈ വർഷം കണ്ടാൽ ഞങ്ങളുടെ അവസാനത്തെ വിഷുവേലയാണ് അത്. കോട്ടായി പെരുങ്ങോളങ്ങര വിഷുവേല. തലേദിവസം അമ്പലത്തിൻ്റെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി പോയി നോക്കി. നല്ല ദീപാലങ്കാരമൊക്കെ ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ഇത് കോട്ടയം ചെമ്പേശ്ശി ശിവക്ഷേത്രമാണ്. ഇതുപോലെ ദേശങ്ങളുടെ കവാടങ്ങളാണ്, നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പെരുങ്ങോളങ്ങര അമ്പലത്തിൽ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു, അതും കുറച്ച് നേരം പോയി കണ്ടത്. നല്ല ദീപാലങ്കാരം ഞാനിപ്പോൾ തന്നെ കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് വിഷുവേലയ്ക്ക് വീടുകളിൽ ഒരുക്കുമായി. പൊതുവെ വിഷുവേല ദിവസമുള്ള കാഴ്ചയാണ് അത്, കണ്ടില്ലേ? ഒരു കുട്ടികൾ പരിവേഷമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ചടങ്ങാണ്. ആ വീട്ടിലെങ്കിൽ നിറയെ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്കാരൊക്കെ വന്നപ്പോൾ കുട്ടികളൊക്കെ പോയി ഐസ് വാങ്ങി കഴിക്കില്ല. അവർ കൈനീട്ടം കിട്ടിയ കാശൊക്കെ ഉണ്ടായിരുന്നു, അത് സ്വന്തമായിട്ട് പോയി ഐസൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ ഓരോരോ വിരുന്നുകാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ വിഷു ദിവസം അങ്ങനെ കടന്നുപോയി. ഐസൊക്കെ വന്ന് നല്ല രസത്തിൽ കഴിക്കണം. വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മെല്ലെ വേലയ്ക്ക് പോകാൻ വന്ന് റെഡി ആയിട്ട് ഒരു 3-3:30 ആകുമ്പോൾ എല്ലാം റെഡിയായി. അതാണ് യൂണിഫോം. ചെറിയ ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ പോയി പോസ്റ്റ് ചെയ്തു മകൻ. അവിടുത്തെ മണ്ണിൽ നിന്നാണ് വേല തുടക്കം. വേല തുടങ്ങുമ്പോൾ ആൾ കളിക്കാനൊന്നും പോയൊന്നുമില്ല, ചമ്പലായിട്ട് ഇങ്ങനെ മാറുന്നു. അവർ മെല്ലെ വേലയൊക്കെ ഇളക്കാൻ പ്ലാൻ. 3-3:30 ഇറങ്ങിയ 8-9 മണിയാകുമ്പോൾ കാവിയായിരുന്നു വേല. എല്ലാവർക്കും വേലയൊക്കെ ഇളക്കി. ശിങ്കാരമേളാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. ജോല ക്ലബാണിത്. നല്ല ചൂടൊക്കെ ഉണ്ട്. 3-3:30 ആകുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല പരിപാടി നല്ല ചെറുതായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉഷാറായി. അപ്പോൾ കുറച്ച് നേരം അവിടെ കൊണ്ട് പകുതി വഴി കൊണ്ടാക്കാൻ പറഞ്ഞ് മെല്ലെ ഇറങ്ങി. ഞങ്ങൾ റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മെല്ലെ ഇറങ്ങി. കുറച്ച് നേരം വേലിൻ്റെ ബാക്കിൽ എങ്ങനെ നടന്നു. ചൂട്ടത്തെ നല്ല അടിപൊളിയായിട്ടാണ് കണ്ടില്ല ചേട്ടന്മാർ കൊട്ടുന്നത്. ശിങ്കാരമേളത്തിൻ്റെ ചേട്ടന്മാർ കണ്ടില്ലേ? അതിൻ്റെ ആവേശം എന്ന് പറയുന്നത് കണ്ടില്ലേ? തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ആളുടെ കൈ കാണാണ്ടില്ലേ? നല്ല ആവേശം കണ്ടില്ലേ? അതുപോലെ കുറച്ച് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കൊണ്ടാക്കി, പെരുങ്ങോളങ്ങര ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ട് മെല്ലെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടി അങ്ങനെ മെല്ലെ വന്നു. ഞങ്ങൾ റെഡി ആയിട്ട് മെല്ലെ ഇറങ്ങി കേട്ടോ. ഫാമിലിയായിട്ട് മൊത്തം ഇറങ്ങി. പോകുമ്പോഴുള്ള കാഴ്ചകളാണിത്. എനിക്ക് ഇഷ്ടമുള്ള കൊട്ടാണ്, കണ്ടില്ല? നല്ല സൂപ്പർ. ഞാൻ ഓടിപ്പോയി വീഡിയോ എടുത്തത്. ഞാൻ പോകുമ്പോഴേക്കും അവർ വേല ഇങ്ങനെ കൊണ്ടുപോയി അമ്പലത്തിൽ. അതനുസരിച്ച് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അമ്പലത്തിന് മുമ്പിൽ പോയി നിന്നു. ചെറിയൊരു എഴുന്നള്ളപ്പുണ്ടായിരുന്നു, അത് കുറേ നേരം നോക്കി നിന്നു. അവിടെ വേല വരുന്നുണ്ടായിരുന്നു. വേല പോകുമ്പോഴുള്ള കുട്ടിക്കാലസൊക്കെ കഴിഞ്ഞിട്ട് പോയി. അതാണ് അവിടെ നിറയെ തോരണങ്ങളും ഇതൊക്കെ ഉണ്ടല്ലേ. എന്നെപ്പോലെ തന്നെ എല്ലാവരും വേല വരുന്നതും കാത്തു നിൽക്കണം. വേല കോട്ടായി ജംഗ്ഷനിലേക്ക് പോയിരിക്കുകയാണ്. അതുവരെ കുറേ നേരം നമ്മളിവിടെ നിന്നു എഴുന്നള്ളിപ്പ് കണ്ടിട്ട്. ജംഗ്ഷനിൽ തിരക്ക് വരും, വേല വരുമ്പോഴേ നല്ല തിരക്ക് വരും ജംഗ്ഷനിൽ. കുറച്ച് നേരം ആ മൈതാനത്ത് പോയി നിന്ന്. അവിടെ കാളകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് പോയി കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. ഓരോ ദേശമൊക്കെ എൻ്റെ കാളയുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കുറച്ച് നേരം. നല്ല പോലെ വന്നു കേട്ടോ. വേഷങ്ങളൊക്കെ കളിച്ച് മതിയായി, ക്ഷീണിച്ച്. കോട്ടയിൽ നിന്ന് വരുന്നില്ല, നല്ല വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ ഓരോ ദേശക്കാരുടെ വേലയും വരുന്ന നോക്കി അങ്ങനെ നിന്നു. നല്ല കൊട്ട്, അടിപൊളി കൊട്ട്. റോഡിൽ ബ്ലോക്കാണ്, അതിനെ അധികമൊന്നും കൊട്ടിപ്പിച്ചില്ല കേട്ടോ.
നമ്മുടെ പൂക്കാവടി ആയിട്ട് ഉണ്ടായിരുന്നു. അടുത്ത വേല എല്ലാം കൂടി ലാസ്റ്റ് ഒന്നായിട്ട് വേല വന്നത് കണ്ടില്ലേ. ഇത് അടിപൊളി കൊട്ട് കണ്ടില്ല, ഡും 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 പറഞ്ഞിട്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അത് ചെണ്ടകൾ ബാൻഡ് പോലത്തെ ചെണ്ട കണ്ടില്ലേ. ചെറിയ കുട്ടികളെ കൊണ്ടൊന്നും അടുത്ത് പോകാൻ പറ്റില്ല, അമ്മാതിരി കൊട്ടാണ്. നമ്മുടെ ചേട്ടമ്മൻ്റെ ഡാൻസാണ് കണ്ടില്ലേ. എല്ലാ വേലിൻ്റെ മുമ്പിലുണ്ടാകും നമ്മുടെ ഇതുപോലെ നല്ല ഡാൻസ്, അടിപൊളി പെർഫോമൻസ്. വേല കൊണ്ടുവരുന്നതേ അവരാണ്, ചേട്ടന്മാരാണ് നമ്മുടെ. നമ്മുടെ ഗണപതി ഭഗവാൻ, ഭഗവതിയാണ്. വിഷ്ണു ഭഗവാൻ, ഇപ്രാവശ്യം വണ്ടി വശങ്ങൾ കമ്മിയായിരുന്നു. പൊറോട്ടങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ, ഇപ്രാവശ്യം ഒന്നും കണ്ടില്ല. വീണ്ടും ഒരു ശങ്കാരമള ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ല. നമ്മുടെ ക്ലബ് എത്തി, ജോല ക്ലബിൻ്റെ പെർഫോമൻസാണ്. ആടി തകർത്തുകൊണ്ട് വരികയാണ് അവർ. എല്ലാ വേലയും ആടി തകർക്കും. പക്ഷേ ഈ വേലയിലുള്ള പകുതി മുക്കാലും പേർക്ക് എന്നെ അറിയണവരാണ് കേട്ടോ. എനിക്കറിയില്ല, പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർ നിറയുണ്ട് ഇതിൽ. മേലെ അമ്പലം എത്താറാകുമ്പോൾ കണ്ടില്ലേ, പൊട്ടി തകർക്കുകയാണ് അവർ സിംഗാരമല ടീമുകൾ. ഒരു ഹരമാണ് കണ്ടില്ലേ, ഓരോ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹരമാണ് അവർക്ക്. ചെറിയൊരു ഡീച്ച പോയിട്ടുണ്ടായിരുന്നു, അതാണത്.
ഇതാണ് നമ്മളിപ്പോഴത്തെ ട്രെൻഡ് വേലകളിലെ. ആൾക്കാർക്ക് ഹരമായി മറന്നു കണ്ടില്ല. സൂപ്പറായിട്ടുള്ള പരിപാടി. പൂമഴ വേണ്ട പോലുള്ള പെർഫോമൻസ് ആണ് കണ്ടില്ല. കണ്ണിന് കുളിർമ നൽകുന്ന ഓരോ കാഴ്ചകൾ കണ്ടില്ലേ. എല്ലാവരും ഹായ് ഹായ് പറഞ്ഞു. ഞാൻ എല്ലാ വേലയും കണ്ട് ഏകദേശം കഴിഞ്ഞ് വരുമ്പോഴാ ഞാൻ ടോയ്സ് വാങ്ങാൻ വേണ്ടി എല്ലാം വെട്ടിയിരിക്കുന്നു. ഞാൻ ഭൂമിക്ക് ആൾ മനുക്കിന് ടോയ്സ് വാങ്ങി. പിന്നെ അവിടെ നിന്ന് വേല കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിനങ്ങോട്ട് നടന്നു കേട്ടോ. നടക്കുന്ന ആൾ എനിക്ക് വയ്യാത്തിന് എന്നെ എടുക്കണം പറഞ്ഞു എല്ലാം എടുത്തു തോളിലിരുത്തി നേരെ അമ്പലത്തിന് മുമ്പ് എത്തി. വേല കഴിക്കുന്ന അമ്പലത്തിന് മുമ്പ് വെച്ചിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പകുതി വേലയൊക്കെ കാവ് കയറിയിട്ടുണ്ടായിരുന്നു. വേലിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. കുറച്ച് നേരം മാറി നിന്ന് അങ്ങനെ വേല കാണാൻ വെച്ച് നിന്നു. ഒരു വേലയായിട്ട് നല്ല തിരക്കി വരുന്നുണ്ടായിരുന്നു. ഫാമിലിയിൽ വീണ്ടും ഒരു ഭാഗത്ത് നിർത്തി വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മെല്ലെ നടന്നു. വണ്ടി വേഷങ്ങളൊക്കെ എത്തി. വണ്ടി വേഷങ്ങളും എല്ലാം എത്തി. അമ്പലം എത്തിയപ്പോൾ കണ്ടില്ല വേല ഒന്നുകൂടി തകർപ്പ് പരിപാടിയായി മാറണം കണ്ടില്ലേ. അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിന്ന് ഓരോ വേലിൻ്റെ കൂടെ പോയി നിൽക്കൽ തന്നെ പരിപാടി. കുട്ടികളാണ് ഇപ്പോൾ വേല കൊണ്ടാകുന്നത് കണ്ടില്ലേ. ചെറിയൊരു വെടിക്കെട്ടുണ്ട് കണ്ടോ. നേരത്തെ വന്ന് അമ്പലത്തിൻ്റെ അടുത്ത് നിന്നു കേട്ടോ. വെടിക്കെട്ട് തുടങ്ങട്ടെ വേണ്ട ഒരു ഭാഗത്ത് മാറി നിന്നു. നമ്മുടെ ആദിക്കൂട്ടനാണ്. ആളെ ഉറക്കമൊക്കെ തെളിഞ്ഞ് മെല്ലെ എണീറ്റു. വേല കണ്ടില്ല. ഉറങ്ങി വെച്ച് കളി തുടങ്ങിയ ആള്. വേലകളുടെ കൊട്ടിക്കലാസമാണ് ഓരോ വേലയുടേത്. അടുത്തൊന്നും പോയി എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായില്ലേ.
ഇപ്പം മെല്ലെ വെടിക്കെട്ട് തുടങ്ങി. ചെറിയൊരു വെടിക്കെട്ടുണ്ടായിരുന്നു, അത് തുടങ്ങി. വെടിക്കെട്ട് കഴിഞ്ഞു പറഞ്ഞ് ഞാൻ നിന്നതാണ്. അപ്പോൾ വീണ്ടും വന്നു വെടിക്കെട്ട്, കണ്ടില്ലേ? ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച വെടിക്കെട്ട്, ചന്തമുള്ള വെടിക്കെട്ട്. സ്ഥലപരിമിതി ചെയ്യാനും കുറച്ച് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാണാത്ത രണ്ട് വേല കൂടെ ഉണ്ടായിരുന്നു, അവസാനത്തത്. അതുകൂടി കാണാൻ വേണ്ടി ഏറ്റവും ബാക്കിൽ പോയി വേല കാണാൻ പോയിട്ടോ. ചന്തമുള്ള കാളകൾ കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. അവസാനമായിരുന്നു കണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ വേല ചെയ്തത് സിംഗാരമല ചേട്ടന്മാർ. അവൻ്റെ തന്നെ ഒരു പൂക്ക അവിടെയായിട്ടും ഉണ്ടായിരുന്നു, ഒരു കാളയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത കൊല്ലം വിഷുവേല കാണാം. ഇന്നത്തോടെ ഇക്കൊല്ലത്തെ വിഷുവേല കഴിഞ്ഞിരിക്കണം. എല്ലാവർക്കും ബായ്.